ഫോട്ടോഷോപ്പിൻ്റെ പ്ലഗിനായിട്ടുള്ള ക്യാമറ റോയിലും അതുപോലെ തന്നെ ലൈറ്റ് റൂമിലും ഉണ്ടായിരുന്ന പീപ്പിൾ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ ഇനി മുതൽ നമുക്ക് ഫോട്ടോഷോപ്പിലും ലഭ്യമായി തുടങ്ങും. ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വെർഷനിൽ ആ ഒരു പീപ്പിൾ സെലക്ഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫോട്ടോഷോപ്പിലെ ഏത് ടൂളുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു ഫീച്ചർ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ 6 വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു എൻറ്റയർ ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവർ ഓരോരുത്തരുടെ ബോഡി പാർട്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സെലക്ഷനുകൾ നമുക്കൊരു ഫോട്ടോയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ടൂൾ ബോക്സിലേക്ക് പോകാം. അതിനുശേഷം ഈ ഒരു ഓബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻസ് ബാറിൽ സെലക്ട് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടണോടൊപ്പം ഉള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിറ്റക്റ്റിംഗ് പീപ്പിൾ എന്ന് കാണിച്ചു തരും. ഇവിടെ ഒരു ഐക്കൺ കാണാം. ഈ ഒരു ഐക്കൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഫോട്ടോയിലുള്ള എല്ലാവരെയും സെലക്ട് ചെയ്യാനുള്ള ഐക്കണാണ്. അതുപോലെ തന്നെ 3 വ്യക്തികളുടെ ഒരു സെലക്ഷൻ നമുക്ക് ഇവിടെ കാണിച്ചു തരും. അവരുടെ ഒരു തമ്പനെയിൽ പോലെയുള്ള ഒരു ഹെഡിന്റെ ഇമേജ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി 3ൽ കൂടുതൽ ആളുകളുള്ള ഇമേജ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫോട്ടോയിലെ ഓരോരുത്തരെയായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ ഓരോരുത്തരുടെ ഇമേജിൻ്റെ തമ്പനെയിൽ വഴി നമ്മൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അവർ താഴെ ഫോട്ടോയിൽ സെലക്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യണം എന്ന് കരുതുക. ജസ്റ്റ് ആ ഒരു വ്യക്തിയുടെ തമ്പനെയിലിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻറ്റയർ പേഴ്സൺ എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എൻറ്റയർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫുൾ വ്യക്തിയെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനുശേഷം അതിന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ബോഡി പാർട്സുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഷോ മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെക്ഷൻസ് കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓരോന്നിലും നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓരോ സെലക്ഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുടെ പല്ലുകൾ എനിക്ക് സെലക്ട് ചെയ്യണമെന്ന് കരുതുക. അതിനിവിടെ ടീത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ടീത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അത് സെലക്ഷൻ ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അപ്ലൈ എന്ന് കൊടുക്കാം. അപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു സെലക്ഷൻ കാണിച്ചു തരും. ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ആ ഒരു വ്യക്തിയുടെ പല്ലുകൾ ഇവിടെ സെലക്ട് ആയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അതിലെന്തെങ്കിലും ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ആ ഒരു പല്ലുകളിലുള്ള ചെറിയൊരു യെല്ലോ കളറുണ്ട്. ആ ഒരു യെല്ലോ കളർ കാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് എടുത്തു കളയണം എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആ ഒരു ടീത്തിൻ്റെ വൈറ്റനിങ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാനായിട്ട് സാധിക്കും. ഞാനിവിടെ ലെയർ പാനലിലേക്ക് പോകുന്നു. അവിടെ ഞാനൊരു ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അവിടെ ഇടുന്നു. അപ്പോൾ നോക്കുക, നമുക്ക് ആ ഒരു ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം പല്ലിൻ്റെ സെലക്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ആ ഒരു ഹ്യൂ സാച്ചുറേഷനിൽ പോയതിന് ശേഷം ഞാനവിടെ ഏത് കളറാണോ എനിക്കവിടെ കാസ്റ്റായിട്ട് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ എനിക്ക് അവിടുന്ന് എടുത്തു കളയണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആ ഒരു യെല്ലോ കളർ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ എടുത്തു കളയുന്നു. അപ്പോൾ അതിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ആ ഒരു പല്ലുകളുടെ വൈറ്റ്നസ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു യെല്ലോ കളർ കാസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാസ്റ്റിംഗ് അവിടുന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം അതിൻ്റെ തന്നെ ഓപ്ഷനായിട്ടുള്ള മുകളിലത്തെ ഓപ്ഷൻ ബാറിൽ നിന്നും നമ്മളൊരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം ഇവിടെ പീപ്പിൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഓരോ ബോഡി പാർട്സുകളും നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, അപ്പോൾ ഞാൻ ഒരു വ്യക്തിയുടെ മുകളിൽ കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു എൻറ്റയർ വ്യക്തി അവിടെ സെലക്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഞാൻ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിലാണ് കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്സ് മാത്രമായിട്ട് അവിടെ സെലക്ട് ആവുന്നത് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ നോക്കുക, ഞാൻ ആ കണ്ണുകളിൽ കൊണ്ടുവന്ന സമയത്ത് ആ ഒരു കണ്ണുകൾ മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഐബ്രോയിൽ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഐബ്രോ സെലക്ട് ആവുന്നുണ്ട്, നോസ് സെലക്ട് ആവുന്നുണ്ട്. അങ്ങനെ ഓരോ പോർഷനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഈ ഒരു സെലക്ട് പീപ്പിൾ കൊടുത്തതിന് ശേഷം അവിടെയുള്ള ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും അവരുടെ ബോഡി പാർട്സ് അവിടുന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഹെയർ മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയറിൽ മൗസ് ഓവർ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഹാൻഡ്, അതുപോലെ തന്നെ ബോട്ടം ഡ്രസ്സ്, അങ്ങനെ ഓരോ വ്യക്തികളുടെയും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഞാൻ മുകളിൽ പോകാതെ തന്നെ ഇവിടുന്ന് തന്നെ ഒരു സെലക്ഷൻ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തിയുടെ ഡ്രസ്സിൻ്റെ കളർ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് കരുതുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രസ്സിൻ്റെ സെലക്ഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെലക്ഷൻ അവിടെ വന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലേയേഴ്സ് പാനലിലേക്ക് പോവുക. ശേഷം നമുക്കൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇടാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ രണ്ടാമത്തെ സെലക്ഷന് ഞാനൊരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു. ആദ്യത്തെ സെലക്ഷന് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു, നമ്മുടെ ടീത്തിന് വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടത്. രണ്ടാമത്തെ സെലക്ഷന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു. സാച്ചുറേഷൻ ഞാനൊരു അല്പം കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഹ്യൂ ഒന്ന് മാറ്റാനായിട്ട് പോവുകയാണ്. നോക്കുക, അതിൻ്റെ ഹ്യൂ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സാച്ചുറേഷൻ നിങ്ങൾക്ക് എത്ര വേണം അത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റ്നെസ് എങ്ങനെ വേണം അതും നിങ്ങൾക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനത് ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഒന്ന് ഓഫ് ചെയ്യുന്നു. നോക്കുക, ആ ഒരു ഡ്രസ്സിൻ്റെ കളറ് നമുക്ക് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ലെയേഴ്സ് പാനലിൽ നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഒറിജിനൽ ഇമേജ് അവിടെ തന്നെ ഉണ്ടാവും. നമുക്കതിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകളായി ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും അതിനെ മാറ്റം വരുത്താനുള്ള ഒരു ഫെസിലിറ്റി നമുക്കിവിടെ കിട്ടും. ഈ ഒരു പയ്യൻ്റെ ഫേസിൽ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് കൂടുതലാണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഹൈലൈറ്റ് കുറച്ച് കുറയ്ക്കണം. ഞാൻ ഇവിടുന്ന് ആ ഒരു പയ്യൻ്റെ തമ്പനയിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് ഒരു സെലക്ഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ഞാൻ ആ ഒരു പയ്യൻ്റെ തമ്പനയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് അവൻ്റെ ആ ഒരു ഫേസിലുള്ള ഹൈലൈറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫേഷ്യൽ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം കൂടി എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പർ ബോഡി സ്കിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആ രണ്ട് പോർഷനും കൃത്യമായിട്ട് കിട്ടി. അതായത് ഹൈലൈറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഫേസിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ ഈ ഒരു നെക്ക് ഏരിയയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് ഏരിയ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ ചെയ്ത ഈ ഒരു ഫേഷ്യൽ സ്കിന്നും അതുപോലെ അപ്പർ ബോഡി സ്കിന്നും ഈ രണ്ട് പോർഷൻസ് മാത്രം വൈറ്റിൽ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വൈറ്റ് കളറിൽ. അതായത് അത് രണ്ടുമാണ് നമ്മൾ സെലക്ഷൻ ചെയ്യാൻ പോകുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഫേഷ്യൽ സ്കിന്നും അപ്പർ ബോഡി സ്കിന്നും സെലക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ നിന്ന് ഞാനിവിടെ ഒരു ലെവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടു. അതിനുശേഷം എനിക്ക് ആ ഒരു സ്കിന്നിൻ്റെ മിഡ് ആണ് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലെവൽസിൽ നമുക്ക് 3 ബട്ടണുകൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ബട്ടൺ നമുക്കറിയാം ഹൈലൈറ്റ് ബട്ടണാണ്, മിഡ് ടോണിൻ്റെ ബട്ടണാണ് നടുക്കത്തെ ബട്ടൺ, അതുപോലെ തന്നെ ഷാഡോയുടെ ബട്ടണാണ് ലാസ്റ്റ് കാണുന്ന ബട്ടൺ. അതുകൊണ്ട് തന്നെ എനിക്ക് മിഡ് ടോൺസിൻ്റെ ലെവലാണ് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മിഡ് ടോണിലേക്ക് പോകുന്നു. ജസ്റ്റ് ഒന്ന് ആ ഒരു മിഡ് ടോൺ കുറച്ച് കൊടുക്കുന്നു. നോക്കുക, ഇപ്പോൾ അവിടെ ഓവറായിട്ടുണ്ടായിരുന്ന ആ ഒരു ഹൈലൈറ്റ് പൊടിക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഞാൻ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ സൂം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഓഫ് ചെയ്യാൻ പോവാണ്. നോക്കുക, ജസ്റ്റ് ഓഫ് ചെയ്തു. നോക്കുക, ഓൺ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറയ്ക്കണമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലെവൽസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നു. അതിനുശേഷം കുറച്ചും കൂടെ ഞാനൊന്ന് കുറച്ച് കൊടുക്കുകയാണ്. നോക്കുക, അതിനുശേഷം ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അവിടുത്തെ ആ ഒരു ഹൈലൈറ്റ് കൃത്യമായിട്ട് കുറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കുറച്ചത് ആ ഒരു മിഡ് ടോൺസിലുണ്ടായിരുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ അത് നോൺ ഡിസ്ട്രക്റ്റീവായിട്ട് നമുക്കിവിടെ ലെയറുകൾ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് വീണ്ടും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയിലെ വ്യക്തികളെ സെലക്ട് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ബീറ്റയിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.
അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഓൺലൈനായി പ്രൊഫഷണലായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്.